നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ശ്രീ RVM മുസ്തഫയാണ്. RVM മുസ്തഫയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 46 വർഷത്തിലേറെ ഗൾഫിൽ ജീവിച്ച് ഗൾഫുകാരനായിട്ട് ഗൾഫിൻ്റെ ഒരു വലിയ കാലഘട്ടം, പുരോഗതിയുടെ ഒരു വലിയ കാലഘട്ടത്തിന് സാക്ഷിയായ വ്യക്തിയാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ RVM മുസ്തഫയാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത്. അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ 46 വർഷം ഇവിടെ UAE ആണോ ആദ്യം വന്നത്? ദുബായിൽ വന്നു. ദുബായിൽ തുടങ്ങി ദുബായിൽ തന്നെയാണ് എപ്പോഴും. 1978 ജൂലൈ 1 തീയതിയാണ് ആദ്യമായിട്ട് ദുബായിൽ വന്നത്. അന്ന് കപ്പലിലാണോ വന്നത്? ഫ്ലൈറ്റിനാണ്. ബോംബെ. അന്നത്തെ കാലത്ത് അധികം ആൾക്കാരും കപ്പലിലാണല്ലോ വന്നത്. അന്ന് ഞാനിപ്പോൾ പഴയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയാം, അന്ന് ദ്വാരക, അക്ബർ എന്ന് പറഞ്ഞ 2 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. കപ്പലിലാണ് കൂടുതൽ വരുന്ന സമയമാണ്. പക്ഷേ ഞാൻ വരാൻ 2 കാരണം, കാശ് കൂടുതലായതുകൊണ്ടാണ് 2 കാരണങ്ങളെ കൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ ബോംബെയിൽ വന്നിട്ട് കയറാൻ കാരണം. ഒന്ന്, നല്ല മഴക്കാലമായിരുന്നു. ശരിയാ. അപ്പോൾ ഈ 18 വയസ്സിലാണ് 19 വയസ്സിലല്ലേ വരുന്നത്. അപ്പോൾ ഈ കുട്ടീനെ കപ്പലിൽ അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ കാര്യം. 2, ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഇറങ്ങണം. അത് അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരേ നിയമത്തിൽപ്പെട്ടതാണ്. ഒരു 2 മാസം വിസ കിട്ടിയാൽ, എന്നുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസ അടിക്കുന്നതും 2 മാസത്തിൻ്റെ ഉള്ളിലാവുക എന്നുള്ളത് മാറ്റം വരാത്ത നിയമങ്ങളിൽ പെട്ട ഒരു നിയമമാണ്. അപ്പോൾ എൻ്റെ വിസയിൽ അന്ന് ഡ്രൈവർ എന്നാണ് വിസയിൽ പ്രൊഫഷൻ. പാസ്പോർട്ടിൽ, ഇന്നത്തെ പാസ്പോർട്ടുകളിൽ പ്രൊഫഷൻ ഇല്ല, അന്ന് പാസ്പോർട്ടിൽ പ്രൊഫഷൻ എഴുതും. അതിൽ പ്രൈവറ്റ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിസയിലും പാസ്പോർട്ടിലും ഒരേ പ്രൊഫഷൻ വരണം. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവർ എന്ന് പാസ്പോർട്ടിൽ എഴുതിയിട്ട് വേണം വരാനെന്ന് പറഞ്ഞു. അതിന് നാട്ടിൽ നിന്ന് മെനക്കെട്ട് നോക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കണം. പിന്നെ പഠിക്കണമെങ്കിൽ 40 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ അതിൻ്റെ മുകളിൽ ഒരുപാട് വണ്ടി മലയൊക്കെ നടന്നിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ, ഇന്ത്യൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ ചേരും. അവിടേക്കൊക്കെ ചെയ്തിട്ട് ഈ 2 മാസത്തിൻ്റെ തീരാണ സമയത്താണ് ബോംബെ എന്ന് ഒരു അങ്കിള് പറഞ്ഞ്, എന്തായാലും ഇങ്ങോട്ട് കയറ്റി വിട്ട് ബോംബെക്ക്, ഇവിടുന്ന് നമ്മൾ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അതെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് ബോംബെക്ക് വരണം. വന്ന് 3-ാം ദിവസം അവിടുന്ന് ബോംബെയിൽ നിന്ന് കയറി വരികയാണ്. അപ്പോൾ പിന്നെ ദിവസങ്ങളില്ല കപ്പലിൽ യാത്ര ചെയ്യാൻ. ഇനി അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ മഴക്കാലം നല്ല മഴയായതുകൊണ്ട് കയറാൻ പറ്റാതെയാണ് ബോംബെയിൽ നിന്ന് ഗൾഫ് എയറിൽ ആദ്യമായിട്ട് വിസ എന്ന് പറഞ്ഞു. അന്ന് തൊഴിൽ വിസയിലാണോ? അന്ന് അന്ന് വിസിറ്റിംഗ് വിസ ഒന്നും ഇല്ല, അന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഫ്രീ വിസ എന്ന് പറയുന്ന ഒരു വിസ ഇപ്പോഴും അന്നും ഇല്ല. അതെ, ഇവിടെ ഫ്രീ വിസ എന്ന് പറഞ്ഞതില്ല. അതൊരു സ്പോൺസർ വിസ തരുമ്പോൾ ആ സ്പോൺസറെ കീഴിൽ ജോലി ചെയ്യാം. അവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ചിലർ കാശ് കൊടുത്തിട്ടൊക്കെ വിസ എടുക്കുന്നത്. അവർ പറയണ പേരാണ് ഫ്രീ വിസ എന്ന്. അല്ലാണ്ട് അങ്ങനെ ഫ്രീ വിസ ഇല്ല. വിസിറ്റ് വിസ അന്നുണ്ടായിരുന്നില്ല. ട്രാൻസിറ്റ് വിസ ഉണ്ടായിരുന്നു. ഒരു 14 ദിവസത്തെ ട്രാൻസിറ്റ് വിസ ഒക്കെ അതിന് ശേഷമൊക്കെ കണ്ടിട്ടുണ്ട്. വിസിറ്റ് വിസ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് 1 മാസത്തെ വിസിറ്റ് വിസ ആയാലും 3 മാസത്തെ വിസിറ്റ് വിസ ആയിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വന്നത് ഒരു അറബി വീട്ടിലെ ഡ്രൈവറെ വിസയായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അയാളെ വീട്ടിൽ ജോലിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ചിലർ ഫ്രീ വിസ എന്ന് വിളിക്കുക ഇതിന്. അങ്ങനെ ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഫ്ലവർ ഷോപ്പിൽ, ഒളിയാണ്ടർ ഫ്ലവർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു, മൂത്ത ജ്യേഷ്ഠൻ. അപ്പോൾ 2 മാസവും 9 ദിവസവും ഞാൻ ജോലിയില്ലാതിരുന്നു. പലയിടത്തും അന്വേഷിച്ചു. അന്ന് ഹോട്ടലിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ജോലികൾ കിട്ടാനുണ്ട്. പക്ഷേ ഹോട്ടലിലേക്കോ ഇതിനൊന്നും ജ്യേഷ്ഠൻ പറഞ്ഞു വെച്ചില്ല. അങ്ങനത്തെ ജോലിയൊന്നും വേണ്ട, എന്തെങ്കിലും കിട്ടുമ്പോൾ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസവും 9 ദിവസവും പണിയില്ലാതിരുന്നതിന് ശേഷമാണ് ജ്യേഷ്ഠൻ ജോലി ചെയ്യുന്ന ഫ്ലവർ ഷോപ്പിൽ അഗ്രികൾച്ചറിനായിട്ട് അതിൽ ജോലി കിട്ടി. പിന്നെ 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദ്യം ഇതാണ്, ദുബായിൽ തന്നെയായിരുന്നോ എന്ന് ചോദിച്ച്, 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ ലീവിന് പോയി വന്നപ്പോൾ കമ്പനി അബുദാബി ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അവിടെ 7 വർഷം അബുദാബിയിൽ നിന്നു. അന്നത്തെ UAEയുടെ ഒരു ചിത്രം മനസ്സിൽ കാണുന്നുണ്ടാവുമല്ലോ, അതൊന്ന് പറയാൻ പറ്റുമോ? അത് അന്ന് ഇവിടെ അൽമല്ല പ്ലാസ ആണ് ആദ്യമായിട്ടുള്ള ദുബായിലെ ഷോപ്പിംഗ് സെൻ്റർ ആയിട്ടുള്ളത്. അൽഗുറൈർ സെൻറ്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെത്തിത്തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയിലുള്ള മുട്ടിമ്പലൊന്നും എന്ന് പറയുന്ന പോലെ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അൽഗുറൈറുള്ളത്. ട്രേഡ് സെൻറ്റർ 78 ഓപ്പൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അയാത്ത് ഏജൻസി ഒക്കെ ആ സമയത്താണ് ഓപ്പൺ ആയിട്ടുള്ളത്.
പിന്നെ മറ്റുള്ള ഇന്റർകോണിൻ്റെ ഹോട്ടൽ, ഷെറാട്ടൺ ഹോട്ടൽ, അങ്ങനെയുള്ള കുറച്ച് ഹോട്ടലുകൾ ഇന്നും ആ ഗ്രേക്കിലുള്ളത് അന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ഷെറാട്ടൺ ഹോട്ടലിൻ്റെ ഏരിയത്ത് ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, നാഷണൽ ബാങ്ക് ഓഫ് ദുബായ് ഉണ്ട്. അതൊന്നില്ല. അപ്പോൾ അങ്ങനെ തുച്ഛം ബിൽഡിങ്ങുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ട്രേഡ് സെൻറ്ററിൻ്റെ ഏരിയത്ത് പിന്നെ അങ്ങോട്ട് ഒരു 3 ബിൽഡിങ് അവർ തന്നെ ഉണ്ട്, അവരുടെ അപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ അങ്ങോട്ടൊന്നും ബിൽഡിങ്ങുകളില്ല. അവിടുന്ന് അങ്ങോട്ടൊന്നും വിട്ടിട്ട് ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ. പിന്നെ അവിടെ അങ്ങോട്ട് പോയാൽ ഒരു ടൊയോട്ട ബിൽഡിംഗ് ഉണ്ട്, 1ാമത്തെ ഇന്റർചേഞ്ചിൽ, അതുണ്ട്. അല്ലാതെ അങ്ങനെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത പിന്നെ ആൽമല്ല പ്ലാസ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാർജയിൽ അൽഖാനിൽ എത്തുന്നവരെ ബിൽഡിങ്ങുകളില്ല. ഇന്ന് പോലെ സ്ട്രെയിറ്റ് റോഡല്ല, കുറേ ഇങ്ങനെ വരമ്പത്ത് കൂടെ പോകുന്ന പോലെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള റോഡായിരുന്നു അൽമല്ല പ്ലാസ. അവിടുന്ന് ഷാർജയ്ക്ക് കൊണ്ട് കറക്കുമ്പോൾ അവിടെ ഒന്നും ബിൽഡിങ്ങുകളില്ല. അതൊരു മരുഭൂമിയിൽ കൂടിയാണ് ആ റോഡ് കൊണ്ട് വന്നിരുന്നത്. ഇപ്പോൾ ഇന്ന് 2 ഭാഗത്തും കൂറ്റം ബിൽഡിങ്ങുകളായി. അപ്പോൾ അന്നൊന്നും അതില്ലാത്ത ഒരു രൂപമായിരുന്നു. ഈ കാണപ്പെടുന്ന ബിൽഡിങ്ങുകളൊന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല. അത് ശരി. പിന്നെ ഇവിടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കുറേ പ്രവർത്തിക്കാൻ തുടങ്ങി, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഇവിടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന KMCC പ്രവർത്തിക്കുന്നുണ്ട്, SKSSF ഉണ്ട്, സുന്നി സെൻറ്റർ ഉണ്ട്, PRO അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. PRO അസോസിയേഷനെ കുറിച്ച് എന്താ പറയുക? PRO അസോസിയേഷനിൽ ഞാൻ നേരത്തെ പഴയ ആളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ നല്ലൊരു പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. 2 പ്രാവശ്യം അവർ എനിക്ക് ആദരവ് തന്നിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുസമദ് സമദാനി കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ജഡ്ജിസ് കമാൽ ബാഷ അവാർഡ് തന്നിട്ടുണ്ട്. 2 പ്രാവശ്യം അവരുടെ പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ പേരിൽ, അവരോടൊപ്പം നിന്നതിൻ്റെ പേരിൽ അവർ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ, ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ തന്നെ വെള്ളത്തിലായിരുന്നു. എനിക്കും വെള്ളം കയറിയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതിനോട് പ്രവർത്തിക്കാൻ പോകാൻ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് 2 അവാർഡ് 2 പ്രാവശ്യം അവർ ഞാൻ പോയിട്ടില്ല. 87-ലാണ് മകനെ ജനിക്കുന്നത്. അതിനു മുമ്പ് 85 മുതൽ 86 മുതൽ ഫാമിലിയുടെ വന്നിട്ടുണ്ട്. പിന്നെ 84 കല്യാണം കഴിച്ചു. 85 ഞാൻ വെക്കേഷനിൽ അങ്ങോട്ട് പോയി. 86 ഫാമിലി വന്നു. 87 മകൻ ജനിച്ചു. സമയത്ത് മുതൽ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് 1-2-3 കൊല്ലം വിട്ടു നിന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൾഫ് നിങ്ങൾക്ക് ഒരു ജീവിതവും സന്തോഷവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അത് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഗൾഫിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുക? ഗൾഫ് ഞാൻ 18 വർഷം ജോലി ചെയ്തതിന് ശേഷം ഒരു ഫ്ലവർ ഷോപ്പിലാണ് ജോലി ചെയ്തത്. 18 വർഷം ജോലി ചെയ്തതിന് ശേഷം കുറച്ച് നാട്ടിൽ നിന്ന് നോക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, അപ്പോൾ എനിക്ക് നാട്ടിൽ പോയാൽ എന്ത് ജോലി ചെയ്യും എന്ന് അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് അറിയുന്ന ഒരു ഫീൽഡ് പിന്നെ ട്രാവൽസാണ്. 1979 എയർ ഇന്ത്യ തിരുവനന്തപുരത്തേക്ക് ചാലു ആയപ്പോൾ തന്നെ ഞാൻ ടിക്കറ്റിൻ്റെ ഹെൽപ്പ്, അതും ഒരു പ്രവർത്തനമാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരാളാപ്പാക്ക് നാട്ടിൽ പോകണം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് 2-3 മാസം കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുള്ളൂ, അത്ര റഷാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാനേജറെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഡനാറ്റയുടെ മാനേജറെ അടുത്ത് ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ ഷോപ്പുമായിട്ട് എനിക്ക് ജോലി ചെയ്യുന്നത് കൊണ്ട് ഗവൺമെൻറ്റുമായിട്ടും ഇവിടുത്തെ ഷേഖുമാരുടെ പാലസിലൊക്കെ ഞാൻ പോകാറുണ്ട്. അവിടെയൊക്കെ ഈ ഫ്ലവറും ചെടികളൊക്കെ ബെഡ്റൂമിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷേഖ് പാലസിലൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഗവൺമെൻറ് എയർപോർട്ടായാലും സീപോർട്ടായാലും ഡനാറ്റി ആയാലും ഒക്കെ എനിക്ക് പരിചയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ആ സമയം തുടങ്ങിയിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട്. അപ്പം തന്നെ തുടങ്ങിയിട്ട് ഈ പൊതുപ്രവർത്തനങ്ങൾ, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും ഹെൽപ്പായിട്ട് അവരുടെ കൂടെ എയർപോർട്ടിൽ പോകണു, ഉള്ളിൽ കയറണു ഒക്കെ. അപ്പോൾ അങ്ങനെ ട്രാവൽസ് വരായിട്ട് എനിക്ക് അന്ന് മുതൽ ഉള്ള ബന്ധം കൊണ്ട് ഞാൻ നാട്ടിൽ ട്രാവൽസ് തുടങ്ങാമെന്നുള്ള നിലക്ക് ഇവിടുന്ന് എയർലൈൻസിൽ നിന്നൊക്കെ ഈ ചെറിയ ഫ്ലൈറ്റ് ഡിസ്പ്ലേ വെക്കണത് അതൊക്കെ ആയിട്ട് അതിൻ്റെ കാറ്റലോഗും ഒക്കെ ആയിട്ട് പോയി. പക്ഷെ 18-20 ദിവസം ആകുമ്പോഴത്തേനും എനിക്ക് നാടിൽ പിടിച്ചില്ല. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി. അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ പെരുമാറ്റവും അവിടുത്തെ നിയമങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമല്ല. അപ്പോൾ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് പിന്നെ ജോലി ചെയ്തു. അപ്പോൾ എത്ര വർഷമായിരുന്നു? 40 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ പോകുന്നത് അല്ലേ? അല്ല, ഞാൻ വന്ന് 18 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പോയത്.
18 വർഷം കഴിഞ്ഞു. 18 വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ക്യാൻസലാക്കി പോണത്. അതോടുകൂടി തന്നെ തീരുമാനിച്ചു ഇനി വേണ്ടാന്നുള്ളത് നാട്ടിൽ ട്രാവൽസിൽ തുടങ്ങിയിട്ട് നിൽക്കാന്നുള്ള നിലക്കാണ് പോയത്. അപ്പോൾ ട്രാവൽസ് ഞാൻ പലയിടത്തും അന്വേഷിച്ചെങ്കിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഒരു കസാലയും മേശയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ മേടിച്ചു എന്നിട്ട് ഇതൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കി. അപ്പോഴാണ് എനിക്ക് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഒക്കെ ഉപേക്ഷിച്ച് തിരിച്ചു ഇങ്ങോട്ട് വന്നു. താങ്കളുടെ മാത്രമല്ല, അധിക പ്രവാസികളുടെ ഒരു ജീവിതത്തിലെ ഒരു 10-15 വർഷം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോയിട്ടൊരു പറിച്ചു നടുക എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രവാസികളെ സംബന്ധിച്ച് അതൊരു അസാധ്യമായ കാര്യമാണ്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് 2 പ്രാവശ്യം ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. ഈ ഇവിടുത്തെ നിയമങ്ങളും അവിടുത്തെ നിയമങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരാളെ മേൽ കൊണ്ടുപോയി ഇടിച്ചാലും നമ്മൾ നാട്ടുകാർ തല്ലില്ല. അവിടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരാൾ അടിയാൽ അപ്പം തന്നെ നാട്ടുകാർ അത് കൈ വെച്ചോ അല്ല, അതിന് പോയാൽ ഞാൻ അങ്ങനെ നിൽക്കാറില്ല. 2 ദിവസം 3 ദിവസം ഒരാഴ്ചക്ക് നിൽക്കുള്ളൂ. എന്തോ ഒരു ആവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ പോകാറുള്ളൂ. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ സംഘടനകളിലൊക്കെ പ്രവർത്തനമായിട്ട് വന്നപ്പോൾ KMCC-യിൽ വന്നപ്പോൾ പിന്നെ നമ്മൾ ടൂറുകളൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ചിലർ പറയും ഞാൻ വന്നതിന് ശേഷമാണ്, അല്ല അവർ വന്നതിന് ശേഷമാണ് KMCC-യിൽ ടൂർ വെക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറയും. ഞാൻ പറയണു ഞാൻ വന്നതിന് ശേഷമാണ് ടൂർ തുടങ്ങിയത് എന്ന്. അവരെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് ഞാൻ അവിടെ ടൂർ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിലവരോട് പറയാറുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബസ്സിലൊക്കെയാണ് ടൂറുകൾ നടത്തിയത്. പിന്നെ ഇപ്പോൾ ഷെറാട്ടൺ ഹോട്ടൽ നിൽക്കുന്നതിൻ്റെ അടുത്ത് ദുബായ് നാഷണൽ ബാങ്കും ചേംബർ ഓഫ് കൊമേഴ്സും ആ 2 ബിൽഡിംഗ് അവിടെ ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ അവിടെ ആരോട് ചോദിച്ചാൽ ആ ബിൽഡിംഗ് വരുമ്പോൾ അവിടെ ഉണ്ട്. അതില്ലാത്ത സമയത്ത് അവിടെ പന്ത് കളിക്കാൻ പോയിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടെ ഒരു ബോട്ട് റെന്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്പർ നോക്കിയിട്ട് വിളിച്ചിട്ട് ആണ് ഞാൻ ഗ്രീക്കിൽ ആദ്യമായിട്ട് ബോട്ട് സർവീസ് ഇത് നടത്തി ടൂർ നടത്തിയത്. അങ്ങനെ ടൂർ നടത്തിയിട്ട് പെരുന്നാൾക്കൊക്കെ ടൂർ വടക്കേ എമിറേറ്റ്സിലേക്കും അങ്ങനെ അലയിലായാലും ഇങ്ങനെ ടൂർ നടത്താറുണ്ട്. താങ്കൾ ഇത്രയും കാലം ജീവിച്ച് നല്ലൊരു 46 വർഷക്കാലം വെറുതെ ജീവിക്കല്ല, സമൂഹത്തിൽ ജീവിച്ചു. വെറുതെ ജീവിച്ചിട്ട് കാര്യം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നു വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമമാണ്. വളരെ ഒരു ചെറിയ കാലഘട്ടമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതിൽ നമ്മൾക്ക് ഭാര്യക്കും കുട്ടികൾക്കും മാത്രമായിട്ട് ജീവിച്ചിട്ട് അല്ല, കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതം സാർത്ഥകമാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സാമൂഹിക ജീവിയായിട്ട് സമൂഹത്തിൽ ജീവിച്ചു. അപ്പോൾ പുതിയ തലമുറയിൽ നിന്നും കുറേയേറെ പണ്ടത്തെ, ഞാൻ 10-25 വർഷത്തെ ഒരു ഇതിൽ പറയുകയാണ്, അതിനെത്രയോ മുമ്പ് താങ്കളുടെ ഒരു അനുഭവം, അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു സ്നേഹം, സൗഹൃദം, കൂട്ടുചേരൽ, പങ്കുവയ്ക്കൽ, അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അന്നത്തെ ഒരു റൂമാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ആ ബന്ധങ്ങളും ആ വിനോദങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഈ മൊബൈൽ മാത്രമായതുകൊണ്ട്. മറ്റേ ഞങ്ങളൊക്കെ ബാച്ചിലറായിട്ട് താമസിക്കുന്ന കാലത്തും ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അപ്പുറത്ത് നമ്മൾ ബാച്ചിലർ റൂമിൽ പോയാലും അവിടെ തായം കളി, ചീട്ട് കളിക്കണ ഒരു ചീട്ടും കളി, കട്ടക്കളി, അങ്ങനെ പല തരത്തിലും ആളുകൾ എൻജോയ് ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. TV കാണണമെങ്കിൽ റെന്റിന് 5 ദിർഹംസ് റെന്റിന് എടുത്തു കൊടുത്തിട്ട് TV ഇട്ടിട്ട് കാസറ്റ് ഇട്ടിട്ട് ദിവസം സിനിമ കാണുന്നവർ, അല്ലെങ്കിൽ ഹിന്ദി പടമാണ് ആദ്യം TV-യിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്നിരുന്നു, അതെല്ലാവരും സൗഹാർദ്ദത്തിൽ ഇരുന്നിട്ട് കാണല്. അങ്ങനെയുള്ള ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴത്തെ യുഗത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ തലമുറയോട് താങ്കൾക്ക് എന്താ പറയാ? അത് പഴയ തലമുറയിലേക്ക് തിരിച്ചു വരണം. പഴയ തലമുറ എങ്ങനെയാണോ ഇവിടെ എന്തായിരുന്നു, ഇപ്പം ഓരോരുത്തർ അവരവരുടെ ബെഡിൽ കിടന്നിട്ട് അവരവർ ചാറ്റുക, അപ്പുറത്തെ കട്ടുമ്പോൾ ആൾ കിടക്കണുണ്ടോ ഇല്ലേ, അവൻ എണിച്ചു പോയോ ഇല്ലേ എന്നുള്ളത് ഇപ്പുറത്തെ കട്ടിലേനെ അറിയണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അകലെയുള്ള ആളുമായിട്ടാണ് ഈ ചാറ്റ് ചെയ്യുന്നത്. അടുത്ത ആളോട് വിശേഷം ഒന്നും ചോദിക്കുന്നില്ല, അകലെയുള്ളവനോ വിശേഷം ചോദിക്കാനാണ്. നമ്മൾ ചെന്ന് ഒരു റൂമിൽ ചെന്ന് ചോദിച്ചാൽ അവിടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ മിഞ്ഞാന്ന് ഇവിടെ കണ്ടിരുന്നു, അത്ര ഇതിലാണ് ഇപ്പൊ ആളുകൾ പറയാം. ഈ അകലെയുള്ളവനായിട്ട് അവരാ സമയത്ത് ചാറ്റ് ചെയ്യുന്നവന് അടുത്തുള്ളവനോടൊന്ന് ചിരിക്കാനോ ഒന്ന് സംസാരിക്കാനോ അവസരവും സമയം കിട്ടാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ പോണത്. മറ്റത് അങ്ങനെയല്ല. അത് 6 ആളുണ്ടെങ്കിൽ അവരൊന്നിച്ച് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം. ഇന്നിപ്പോൾ ആരെ വന്ന് അവരെടുത്ത് ഭക്ഷണം കഴിക്കുക പോകുക എന്നല്ലാതെ അത്ര ആ ഒരു ബന്ധം ആ പഴയ കാലത്തെ ഇത് ഇന്നില്ല. ആ പഴയ കാലങ്ങളിലെ ഉള്ള സൗഹാർദ്ദങ്ങളും ഇന്ന് ഇല്ല.
അതിലേക്ക് തിരിച്ചു പോകണം എന്നതാണ് തിരിച്ചു പോകണം എന്നുള്ളതാണ് എല്ലാവരോടും താങ്കളുടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു നിങ്ങളുടെ അധ്യായത്തിൽ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഒരു 100-300 ആളോളം ആളുകളെ നമ്മളിവിടെ കൊടുന്നിട്ട് പലവരും പല ഫീൽഡുകളിലും ജോലിക്കാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന റൂം അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കും, ജോലി അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കും, ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അതിൽ പലരും ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, പലരും ജോലി റിട്ടയർഡായി പോയവരുണ്ട്, സമ്പാദിച്ചു പോയവരുണ്ട്, സമ്പാദിക്കാതെ പോയവരുണ്ട്, പോയവരുണ്ട്, മരിച്ചു പോയവരുണ്ട്. അപ്പോൾ നമ്മൾ വന്ന കാലം മുതൽ തന്നെ ഈ നാട്ടിൽ നമുക്ക് നമ്മുടെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും മാറ്റി വെച്ചില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് വഴികൾ ജോലിയാക്കി കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിലുണ്ട്. അതാണ് ഒരു ആയുസിൻ്റെ ഏറ്റവും വലിയ ഒരു സാർത്ഥകത എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചു പോയിട്ട് എന്താ കാര്യം, എന്താ സമ്പാദിക്കാൻ, വെറും കൈയോടുകൂടി വരുന്ന വെറും കൈയോടുകൂടി മടങ്ങിപ്പോകുന്നവരാണ് നമ്മളൊക്കെ. ആ ഒരു ചെറിയ ജീവിതത്തിനിടയിൽ കുറേ ആൾക്കാരെ സഹായിക്കാൻ കഴിയുകയും പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും സമ്പാദിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരു ജീവിതത്തിൻ്റെ നന്മ. ആ നന്മ ആർജിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് വലിയ സന്തോഷമുണ്ട്. ഇനി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും ഏറ്റുമുട്ടാം. എന്തെങ്കിലും ടൂർ വെക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും.